നമസ്കാരം. പാലസ്തീൻ ഐക്യദാർഢ്യത്തിന്റെ പേരിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി വിഭാഗമായ SIOയുടെ നേതൃത്വത്തിൽ ടാറ്റ ഗ്രൂപ്പിന്റെ സൂഡിയോ ടെക്സ്റ്റൈൽസ് ബ്രാൻഡിനെതിരെ ബഹിഷ്കരണാഹ്വാനം നടത്തിയിരുന്നു. ടാറ്റ ബേബി കില്ലറാണെന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങൾ ബഹിഷ്കരണവാദികൾ ഉന്നയിച്ചിരുന്നു. ടാറ്റ ഗ്രൂപ്പും ഇസ്രയേലും തമ്മിലുള്ള പ്രതിരോധ രംഗത്തെ സാങ്കേതിക സഹകരണം ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു പൊടുന്നനെ പെരുന്നാളിന് സ്റ്റുഡിയോയിൽ നിന്നും വസ്ത്രം വാങ്ങരുതെന്ന ആഹ്വാനം ഉയർന്നത്. ഇസ്രയേലിനെതിരായ ബഹിഷ്കരണ പ്രസ്ഥാനമായ BDSന്റെ ഭാഗമാണിതെന്ന് വ്യക്തമാവുന്നതിനാൽ കൂടുതൽ പരിശോധന ഇക്കാര്യത്തിലില്ല. എന്തൊരു കാര്യത്തിനും ചരിത്രം സാക്ഷ്യം വഹിക്കാറുണ്ട്. ടാറ്റയ്ക്കുമുണ്ട് അങ്ങനെ ഒരു ചരിത്രം. 1868 ജാംഷെഡ്ജി നസർവാഞ്ചിയാണ് ടാറ്റ കമ്പനി സ്ഥാപിച്ചത്. ഇന്ന് ടാറ്റ ഗ്രൂപ്പിൽ 100ഓളം കമ്പനികളാണുള്ളത്. ഉപ്പ് മുതൽ ഉരുക്ക് വരെയും മണ്ണ് മുതൽ ബഹിരാകാശ ഗവേഷണ രംഗത്ത് വരെ ടാറ്റ മുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. 160-ലേറെ രാജ്യങ്ങളിൽ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും നൽകുന്ന ടാറ്റ ഇസ്രയേലുമായി പ്രതിരോധ രംഗത്ത് സാങ്കേതിക സഹകരണവുമായി മുന്നോട്ടു പോകുന്നത് ഇന്ത്യയുടെ അനുമതിയോടെ തന്നെയാണ്. ഇക്കാലം അത്രയും കേവലം ലാഭേച്ഛ മാത്രം നോക്കാതെ രാഷ്ട്ര പുനർനിർമ്മാണത്തിനും ടാറ്റയുടെ സാന്നിധ്യം വ്യക്തമാണ്. ടാറ്റയുടെ കാരുണ്യ പ്രവർത്തനത്തിന്റെ ഒരു ചെറിയ ഉദാഹരണം പറയാം. കൊറോണ പ്രതിരോധ പ്രവർത്തനത്തിനായി അവർ ചെലവഴിച്ചത് 1500 കോടി രൂപയായിരുന്നു. കേരളത്തിൽ 60 കോടി രൂപ ചെലവഴിച്ചായിരുന്നു കാസർഗോഡ് കോവിഡ് ചികിത്സയ്ക്കായി അത്യാധുനിക സൗകര്യമുള്ള ആശുപത്രി ടാറ്റ പണിതു നൽകിയത്. 1500 രൂപ കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിനായി നൽകിയതിനെ കുറിച്ച് ഒരിക്കൽ ചോദ്യമുയർന്നപ്പോൾ രത്തൻ ടാറ്റ പറഞ്ഞ മറുപടി ഇപ്രകാരമായിരുന്നു: എന്റെ രാജ്യത്തിനു വേണ്ടി 1500 കോടിയല്ല, വേണ്ടി വന്നാൽ തന്റെ സർവസ്വവും നൽകാൻ തയ്യാറാണെന്നായിരുന്നു അന്ന് അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഇതൊക്കെയാണ് ടാറ്റയുടെ ചെറിയ ചിത്രം. ഇതിൽ തന്നെ ടാറ്റ ആരെന്ന് വ്യക്തമാവുകയും ചെയ്യും. ഇനി ജമാഅത്തെ ഇസ്ലാമിയെ പറ്റി പറഞ്ഞാൽ, ഇഖാമത്ത് ഈ ദീൻ എന്ന മുദ്രാവാക്യവുമായി, അതായത് ജീവിതത്തിന്റെ സമസ്ത മേഖലയിലും ഇസ്ലാമിക മാർഗം സ്ഥാപിക്കുകയെന്ന ലക്ഷ്യവുമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ, രാജ്യ താൽപര്യത്തിന് വിരുദ്ധമായ നടപടികൾ പലപ്പോഴും പ്രകടിപ്പിച്ചിരുന്ന, ഇപ്പോഴും പ്രകടിപ്പിക്കുന്ന ആ സംഘടന നിലവിൽ സ്റ്റുഡിയോ ബഹിഷ്കരിക്കാൻ SIOയെ തെരുവിലിറക്കിയത് ബാലിശമെന്നേ പറയാനാവൂ. അതും മതചിന്തകളൊന്നുമില്ലാതെ ആഘോഷങ്ങൾ കൊണ്ടാടുന്ന ജനത പെരുന്നാൾ ദിനത്തിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങവേ ചെയ്ത ആഹ്വാനം എല്ലാ വിശ്വാസികൾക്ക് നേരെയുമുള്ള ആക്രമണമായി മാത്രമേ കരുതാനാകൂ. ദൗർഭാഗ്യവശാൽ ഇക്കാര്യത്തിൽ ശക്തമായി ഇവരെ തള്ളിപ്പറയാൻ ആരെങ്കിലും മുന്നോട്ട് വന്നോ എന്ന ചോദ്യം ഇവിടെ ബാക്കി വെക്കുന്നു. ഇനി ഇസ്രയേലും പലസ്തീനും തമ്മിലുള്ള പ്രശ്നം ഒരു ഭൗമതർക്ക വിഷയമൊന്നുമല്ല, മറിച്ച് മതപരമായ തീരാപകയുടെ ചരിത്രമാണെന്ന് പരിശോധിച്ചാൽ വ്യക്തമാകും. മതങ്ങൾ നിലനിൽക്കുവോളം ആ വൈരം നിലനിൽക്കുക തന്നെ ചെയ്യും. കാരണം പുതുതലമുറയിലേക്കും രാഗിമിനുക്കി ആ പക കൈമാറപ്പെടുകയാണ്. ഇനി മനുഷ്യത്വവും യുദ്ധവിരുദ്ധതയുമൊക്കെയാണ് ഈ ബഹിഷ്കരണത്തിന് മാനദണ്ഡമെങ്കിൽ ലോകത്ത് 10-ലേറെ സംഘർഷങ്ങൾ വർഷങ്ങളായി നടന്നു വരുന്നുണ്ട്. അതിലൊന്നും ഒരു അപാകതയോ ഉത്കണ്ഠയോ പ്രകടിപ്പിക്കാത്തവർ പലസ്തീന്റെ കാര്യത്തിൽ മാത്രം ഇത് വലിയ വിഷയമാക്കുന്നത് എന്തുകൊണ്ടാകും? ഇനി എന്തായാലും ഇന്ത്യയെ ബാധിക്കുന്ന തരത്തിലുള്ള പ്രശ്നമൊന്നുമല്ല ഇക്കാര്യം. നമുക്കിവിടെ പാകിസ്ഥാൻ തന്നെ പ്രശ്നപരിഹാരത്തിനായി ബാക്കി നിൽക്കുന്നുണ്ട് താനും. ഇനി ഇന്ത്യയുടെ കാര്യമെടുത്താൽ ഇസ്രയേലുമായി യാതൊരു പ്രശ്നവും നമ്മൾക്കില്ല. പല നിർണായക ഘട്ടങ്ങളിലും ഇരു രാജ്യങ്ങളും പരസ്പരം സഹകരിക്കാറുമുണ്ട്. കാർഗിൽ യുദ്ധകാലത്തെ ഇസ്രയേലിന്റെ നടപടി ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു രാജ്യവുമായി ഇന്ത്യൻ കമ്പനി സഹകരിക്കുന്നതിൽ എന്താണ് തെറ്റ്? ഇതിനുത്തരം പറയാൻ ബഹിഷ്കരണവാദികൾക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല. ഈ ബോയ്ക്കോട്ട് ആഹ്വാനം സൂഡിയോ എന്ന ബ്രാൻഡിനെ സഹായിച്ചാലും ഇല്ലെങ്കിലും ഒന്നുറപ്പ് പറയാം: ഒരു ഭാരതീയനും ടാറ്റ എന്ന മഹാപ്രസ്ഥാനത്തിനെ കൈവിടില്ല. കാരണം ടാറ്റ ഗ്രൂപ്പിന്റെ ആപ്തവാക്യമായ ലീഡിംഗ് വിത്ത് ട്രസ്റ്റ് എന്ന വാക്യം ഒരു വെറും വാക്യമല്ല എന്നതുകൊണ്ട് തന്നെ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.